ഹലോ, നമ്മുടെ ഓണത്തിൻ്റെ പച്ചക്കറികളൊക്കെ നേരത്തെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കാവും എല്ലാ ഷോപ്പിലും. നമ്മളിങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പോരാട്ടത്തിൻ്റെ തലേദിവസം പച്ചക്കറികളും സാധനങ്ങളും എല്ലാം നമ്മുടെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോഴേ കുറേ പച്ചക്കറി ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു സാമ്പാർ കിറ്റും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ബാക്കി വേണ്ടുന്ന കഷ്ണങ്ങളാണ് ഞാൻ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. മുരിങ്ങക്കായ, പച്ചക്കായ, പിന്നെ ഒരു ചേനയുടെ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബീട്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, പച്ചമുളക്, സവോള ഇതൊക്കെ നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനങ്ങളല്ലേ. പിന്നെ ഉപ്പേരിക്ക് പച്ചപ്പയറും ക്യാബേജും വാങ്ങിച്ചു. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട്. ഓണത്തിന് വിഷുവിനൊക്കെ എന്തൊക്കെ കറികൾ ഉണ്ടാക്കണമെന്ന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്യൂട്ടോ. അതിനനുസരിച്ചിട്ടാണ് ഓരോ പച്ചക്കറി വാങ്ങിക്കുക. ഈ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഞാൻ നമ്മുടെ സദ്യക്ക് കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് വിളമ്പുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ ഓണച്ചന്ത 100 രൂപയുടെ കൂപ്പൺ ഉണ്ടല്ലോ, അതിന് പർച്ചേസ് ചെയ്തതാണ് ഈ പപ്പടവും നെല്ലിക്കയും ചിപ്സും കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ച പച്ചക്കറികളൊക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ തറവാട്ടിലെ 1-2 മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് പൂക്കളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് പൂവ് ഞാൻ വാങ്ങിച്ചത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്